ശ്രേയം സഹായിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വർത്തമാനകാലത്തിൻ്റെ മൂന്നാമത്തെ പിരിവായ സന്ദിഗ്ധ വർത്തമാനകാലത്തെക്കുറിച്ച് പഠിക്കാം. സന്ദിഗ്ധ വർത്തമാനകാലത്തിലും സാമാന്യ വർത്തമാനകാലത്തിലെയും താത്കാലിക വർത്തമാനകാലത്തിലെയും പോലെ തന്നെ 8 രൂപങ്ങളാണ് ഉള്ളത്. സാമാന്യ വർത്തമാനകാലത്തിൻ്റെയും താത്കാലിക വർത്തമാനകാലത്തിൻ്റെയും ക്ലാസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരതൊന്ന് കാണുക. വർത്തമാനകാലത്തിലുള്ള സംശയത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? സാമാന്യ വർത്തമാനകാലം പഠിക്കുന്നതിനുള്ള 2 എളുപ്പവഴികൾ പറയുകയുണ്ടായി. അതേപോലെ തന്നെ സന്ദിഗ്ധ വർത്തമാനകാലത്തിലും ചെറിയൊരു എളുപ്പവഴിയുണ്ട്. കാണുന്നുണ്ടാകും, വായിക്കുന്നുണ്ടാകും, പഠിക്കുന്നുണ്ടാകും. ഇവിടെ വാക്കുകളുടെ അവസാനം ആവർത്തിച്ച് വന്നിരിക്കുന്നത് എന്താണ്? ഇന്നുണ്ടാകും അല്ലേ? ഹിന്ദിയിൽ ഇതിൻ്റെ 8 രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കർത്താവ് പുല്ലിംഗ ഏകവചനത്തിലാണെങ്കിൽ ക്രിയാധാതുവിൻ്റെ കൂടെ താ ഹോഗ എന്നും, ബഹുവചനമാണെങ്കിലോ തേ ഹോംഗെ എന്നും, സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ തീ ഹോഗി എന്നും, സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിലോ തീ ഹോങ്കി എന്നും ചേർക്കുന്നു. മേം കർത്താവായിട്ട് വരികയും പുല്ലിംഗമായിരിക്കുകയും ചെയ്താൽ താ ഹോങ്ക എന്നും, മേം സ്ത്രീലിംഗമായിരിക്കുമ്പോൾ തീ ഹോങ്കി എന്നും, തും ആണെങ്കിൽ പുല്ലിംഗത്തിൽ തേ ഹോഗെ എന്നും, സ്ത്രീലിംഗത്തിൽ തീ ഹോഗി എന്നും ചേർക്കുന്നു. ജൈസെ രാം കാം കർത്താ ഹോഗ, രാം और രമേശ് കാം കർത്തേ ഹോങ്കെ, രമ കാം കർത്തി ഹോഗി, രമ और ഉമ കാം കർത്തി ഹോങ്കി. മേം ആണെങ്കിൽ മേം കാം കർത്താ ഹോങ്ക, മേം കാം കർത്തി ഹോങ്കി. തും കാം കർത്തേ ഹോഗെ, തും കാം കർത്തി ഹോഗി. ഓരോന്നിൻ്റെയും 8 രൂപങ്ങൾ എഴുതിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ.